കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവിനെ ഇതേ കേസിൽ പിടികൂടിയില്ലേ? ആങ്കർക്ക് അദ്ദേഹത്തിന്റെ പേര് പറയാൻ കഴിയുമോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഇതേ കേസിൽ പിടികൂടിയില്ലേ? ആങ്കർക്ക് അവരുടെ പേരെങ്കിലും പറയാൻ കഴിയുമോ? എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആങ്കർ സമ്മതിക്കണം, യൂത്ത് കോൺഗ്രസിന്റെ അങ്ങനെ ഒരു നേതാവിനെ പിടികൂടിയെന്ന് പറയാൻ താങ്കൾ തയ്യാറാകണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു നേതാവിനെതിരെ നിങ്ങളുടെ പോലീസ് FIR ഇട്ട് പിടികൂടിയെങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. ജെയ്സി തോമസ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പറ, ആ പേര് പറ, അയാൾക്കെതിരെ എടുത്ത FIR പറ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ചുമ്മാ ഇവിടെ വന്നങ്ങ് ഡമ്പടിച്ചു പോകരുത്. നിങ്ങൾക്ക് പറ, പേര് പറ, FIR നമ്പർ പറ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. ഒന്ന് പേര് പറഞ്ഞേ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരാളെ കഞ്ചാവ് കേസിലോ പിടികൂടി പോലീസ് FIR ഇട്ട് പിടികൂടിയിട്ടുണ്ടെങ്കിൽ ജെയ്സി തോമസിന് എന്തെങ്കിലും മാന്യതയുടെ അംശം ഉണ്ടെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞേ, ഞാൻ ഇപ്പൊ പുറത്താക്കാം. ഒന്ന് പറഞ്ഞേ. ചുമ്മാ ഒരു ചർച്ച വന്നങ്ങ് അടിച്ചുവിട്ട് പോലെ ജയിക്കേ. നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഇങ്ങനെയാണ് പറഞ്ഞേ. അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് എനിക്ക് അച്ചടിച്ച് അവിടെ കക്ഷത്തിൽ കൊണ്ടുവന്ന് നടക്കുകയാണ്. ഞാൻ ചോദിക്കുമ്പോൾ അതൊക്കെ എടുത്ത് നൽകാൻ. എന്തായാലും മാന്യതയുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സർട്ടിഫിക്കറ്റ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് വാങ്ങേണ്ട ഗതികേട് കേരളത്തിലെ എന്ന് അല്ല. നിക്ക്, ഞാൻ പറയട്ടെ. സംസ്ഥാന സെക്രട്ടറിയെ പിടികൂടി പേര് പറ. അല്ല, ഒരുത്തങ്ങനെ അങ്ങനെ പറയാൻ സൗകര്യമില്ലേ? അങ്ങനെ പറയാൻ സൗകര്യമില്ലേ? പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഇവിടെ വന്നൊരു ആരോപണം ഉന്നയിക്കുന്നത്? എന്തർത്ഥത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നത്? ഇല്ല, സൗകര്യമില്ല. മാന്യത വേണ്ടേ? മാന്യത ആവശ്യമുണ്ടെങ്കിൽ എന്ത് കരുതാപ്പള്ളി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പിടികൂടിയെന്ന് എന്താണ് ചുമ്മാ വീണെടുത്തേർന്നൂരിലല്ലേ? പേരുണ്ടെങ്കിൽ പേര് പറ, ഇല്ലെങ്കിൽ ക്ഷമാപണം നടത്ത്. അങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറ. മണ്ടത്തരം പറയല്ലേ? ചുമ്മാ തള്ളി അങ്ങ് വിടല്ലേ? പേരുണ്ടെങ്കിൽ പേര് പറ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ പേര് പറ. അങ്ങനെ ഒരാളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ FIR നമ്പറും പേരും പറ. ഞാൻ ശുപാർശ ചെയ്യാം. പേര് പറ. ധൈര്യമുണ്ടെങ്കിൽ പേര് പറ. മനോരമയുടെ ഫ്ലോറിൽ വെച്ച് തന്നെ നമ്മൾ എത്ര കണ്ടതാണ്. ജയ്ഹിന്ദ് ചാനലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരാ ഉരുണ്ടതെന്നും ആരാ എഴുന്നേറ്റ് ഓടിയെന്നും മനോരമയുടെ ആങ്കറിന്റെ സമക്ഷം നമ്മൾ നടത്തിയ ചർച്ചയിൽ, ഞാനും അങ്ങേ വരുന്ന ചർച്ചയിൽ നമ്മൾ കണ്ടതല്ലേ. പിന്നെ ഞാൻ തിരികെ ചോദിച്ചു, യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു? മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ എന്ത് ചെയ്തു? അങ്ങോട്ട് പറഞ്ഞല്ലോ. കരുനാഗപ്പള്ളി മണ്ഡല സെക്രട്ടറി നിങ്ങൾ എന്ത് ചെയ്തു? മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ എന്ത് ചെയ്തു? പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയെ നിങ്ങൾ എന്ത് ചെയ്തു? വയനാട് ജില്ലയിലെ DCC പ്രസിഡന്റിനെയും കോൺഗ്രസ് എംഎൽഎയും നിങ്ങൾ എന്ത് ചെയ്തു? അതൊക്കെ സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരല്ലേ? അബദ്ധം പറ്റിയതാണ്. ഞാൻ ചോദിച്ചു, അക്കമിട്ട് ചോദിച്ചു. സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ വരെ ഈ കേസുകൾ പ്രതികളാക്കപ്പെട്ടിട്ട അക്രമ കേസിൽ, ഞാൻ പറഞ്ഞു, കോൺഗ്രസിന്റെ തന്നെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ കൊലക്കേസിൽ പ്രതിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അക്രമ കേസിൽ പ്രതിയായിട്ട് എന്ത് ചെയ്തു? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പിടികൂടിയ ലഹരിയേക്കാൾ കൂടുതലാണ് പിടികൂടാത്ത ലഹരി എന്നുള്ളത് അനൂപിനും അറിയാം, ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ എത്രയോ കേസുകളാണ് ദിനം പ്രതി ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പൊ 2014 തൊട്ടുള്ള 10 വർഷത്തെ കേസിന്റെ സഹ പാനലിസ്റ്റ് ഇവിടെ പറഞ്ഞു, ഏതാണ്ട് 380-400% ഇരട്ടിയാണ് 2024 ഉണ്ടായിരിക്കുന്നത്. ഇനി ശരി, വാദത്തിന് വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത് എന്ന് വെക്കുക. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് വന്നാൽ വ്യാപിക്കാനുള്ള ഇവിടുത്തെ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് മറ്റ് സംസ്ഥാനത്തെ ഭരണകൂടങ്ങളാണോ അതെയോ കേരളത്തിന്റെ ഭരണകൂടമാണോ? ഇതിനെതിരെ നടപടി എടുക്കേണ്ടത് കേരളത്തിന്റെ ഭരണകൂടമല്ലേ? ആ കേരളത്തിന്റെ ഭരണകൂടം നടപടി എടുക്കുന്നില്ല എന്നുള്ളിടത്താണ്. ഇനി അത് മാത്രമല്ല, ഈ MLA-യുടെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞതെന്താ?
പിള്ളേരായാൽ പുകവലിക്കും, അതിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമോ എന്ന എന്ത് സംസ്കാരമുണ്ട് ആ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക്? കാരണം എന്താ, ഈ കൂട്ടത്തിൽ പിടികൂടിയത് കഞ്ചാവാണ്. ആ കഞ്ചാവ് വലിച്ചതിനാണ് കേസുണ്ടായത്. ആ കേസിന്റെ പേര് പറഞ്ഞപ്പോഴാണ് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് പിള്ളേരായാൽ പുകവലിക്കും, അതിനെതിരെ എന്തിനാണ് ജാമ്യമില്ലാ വകുപ്പ് എതിരെ കേസെടുക്കണമെന്ന്. അപ്പൊ ആ സാംസ്കാരിക വകുപ്പ് മന്ത്രി കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇനി അത് മാത്രമല്ല, ജയ്ക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ജയ്ക്ക് ഓരോന്നായി ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് കൺവിക്റ്റഡ് ആയ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതി കിർമാണി മനോജ് പുറത്തു വന്ന് ലഹരി പാർട്ടി നടത്തിയിട്ട് കേസ് ഉണ്ടായിട്ടും നിങ്ങൾ കല്യാണം നടത്തി കൊടുത്തതും പരോൾ കൊടുത്തതിനെ സംബന്ധിച്ചാണ്. ഞാൻ അതാണ് പറഞ്ഞത്. 2, നിങ്ങൾ കൺവിക്റ്റഡ് ആയ കൃപേഷ് ശരത്ലാൽ കേസിലെ പ്രതികൾക്ക് ഇൻക്ലാബ് വിളിച്ച് ബക്കറ്റ് പിരിവ് നടത്തി CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു. കൺവിക്റ്റഡ് ആയ ഏത് കേസിലെ പ്രതിയാണ് കോൺഗ്രസ് സംരക്ഷിച്ചിട്ടുള്ളത്? ഇനി അത് പോട്ടെ, ജയ്ക്ക് പറഞ്ഞ 2-3 കേസ്, ധീരജ് വധക്കേസ്, ജയ്ക്ക് എവിടെ പോയി കുറ്റപത്രം? നിങ്ങൾക്കറിയുമോ, ആ കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്ത വണ്ണം കേരളത്തിലെ പോലീസ്, തൊടുപുഴയിലെ പോലീസ് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക. കാരണം ആ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു പോയാൽ മറ്റു പല പ്രതികളിലെത്തും. ആ കേസിന്റെ തുടർ നടപടികളായിട്ടില്ല പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ. എന്നിട്ടും ധീരജിന്റെ പേര് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു? ഇനി 2, നിലമ്പൂർ രാധാ കേസ്, കാലങ്ങളോളം CPM പറയുന്ന ജയിക്കെ, ഈ നിലമ്പൂർ രാധാ കേസിൽ നിങ്ങൾ മാർച്ച് നടത്തിയത് അങ്ങോട്ടാ ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിട്ടും ആര്യാടൻ ഷൗക്കത്തിന്റെ വീട്ടിലേക്കുമാണ്. 2015 ശരി, നിങ്ങളുടെ വാദം ശരി വെക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി ആ കേസിന് എല്ലാ ഒത്താശയും ചെയ്തു എന്ന് വെക്കുക. 2016 തൊട്ട് 2024 വരെ 8 കൊല്ലം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്ന കസേരയിൽ വാഴ വെച്ചാൽ വാഴയാണോ ഭരിച്ചത്? ജയിക്കെ, വാഴയാണോ? അങ്ങനെയാണെങ്കിൽ പറ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വാഴയാണെന്ന് പറ. ആ ആര്യാടൻ ഷൗക്കത്തിനെ പിടിച്ച് ആ കേസിൽ ജയിലിലിട്. കേരളത്തിലെ പോലീസ് വളരെ മികച്ച പോലീസ് ആയിരുന്നല്ലോ, പിടിച്ച് ജയിലിലിടാത്തത് എൻജോയ് ജയിക്കെ. എന്നിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വീണ്ടും അത് പറയാൻ എങ്ങനെയാണ് ജയിക്കിന് ധൈര്യം വരുന്നത്? ഈ ലേശ ഉളുപ്പ് വേണ്ടേ വീണ്ടും ഈ CPM-ന് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ? ഞാൻ പറഞ്ഞത് അതാണോ? ഞാൻ പറഞ്ഞത് റീൽസ് ഇടുന്നവരെ. ഇവിടെ ഈ റീൽസ് ഇടുന്നത് ആരാ? നിങ്ങൾ ചിന്തിച്ചാരേ? കേരളത്തിനകത്ത് ഗുണ്ടകൾ, പ്രധാനപ്പെട്ട കൊട്ടേഷൻ സംഘങ്ങൾ മുഴുവൻ റീൽസ് ഇട്ട് 30 സെക്കൻഡ് റീൽസ് ഇട്ട് കേരളത്തിന്റെ സോഷ്യൽ മീഡിയ മുഴുവൻ കൈയടക്കി വെച്ചേക്കുക. ആരൊക്കെയാണ്? ഈ പറയുന്ന കേസിലെ പ്രതികളല്ലേ? ആകാശ് തില്ലങ്കേരിയല്ലേ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ ആളുകളാ ഷെയർ ചെയ്യാൻ നിൽക്കുന്നത്. നിങ്ങൾ എന്ത് മെസ്സേജാ കേരളത്തിൽ കൊടുക്കുന്നത്? ഇത് തന്നെയാണ് കേരളത്തിലെ വിഷയം. ലഹരി മാഫിയയ്ക്കും അക്രമ മാഫിയയ്ക്കും കൊട്ടേഷൻ സംഘത്തിനും തീർച്ചയായിട്ടും കേരളത്തിൽ ലഹരി എന്ന ആ മഹാവിപത്ത് വലിയ രീതിയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതിനകത്ത് രാഷ്ട്രീയം നോക്കാതെ തന്നെ നമുക്ക് നടപടികൾ എടുക്കേണ്ടതുണ്ട്, മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് ഏത് തരത്തിലുള്ള യോജിച്ചുള്ള ഒരു മൂവ്മെൻറ്റിനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലഹരിയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ വിയോജിപ്പുകൾക്ക് പ്രസക്തിയില്ല എന്നും അത് വരും തലമുറയെ ബാധിക്കുന്ന വിഷയമാണെന്നും അതുകൊണ്ട് തന്നെ അത് വിയോജിപ്പുകൾക്കിടയിൽ തന്നെ ഒരു യോജിച്ചുള്ള പോരാട്ടമാണ് ലഹരിക്ക് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ല. ആ കാര്യത്തിൽ ഏതൊരു യോജിച്ച പോരാട്ടത്തിലും ഞങ്ങൾ തയ്യാറുമാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ലല്ലോ. ഇപ്പോൾ ഈ അടുത്തിടെയുണ്ടായ ലഹരിയും ലഹരിയെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളും, ഈ അക്രമ സംഭവങ്ങൾക്കുമൊക്കെ വഴിമരുന്നിട്ടത് എങ്ങനെയാണ്? കഴിഞ്ഞ ഏതാണ്ട് 10 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലമായി കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഇത്രയധികം ലഹരി, അതിനെ പിടിച്ചു കെട്ടാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭരണകൂടത്തിൻ്റെ പരാജയമാണ് അത് എന്നല്ലാതെ നമുക്ക് വേറെ എന്താണ് പറയാൻ സാധിക്കുന്നത്? ഇപ്പം നമുക്കറിയാം ലഹരി വരുന്ന വഴികൾ മറ്റേതെങ്കിലും പ്രദേശത്ത് നിന്ന് ആണെങ്കിൽ പോലും അത് കൃത്യമായി തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത പോലീസും എക്സൈസ് വകുപ്പുമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖ്യമായ പ്രതി എന്ന് പറയുന്നത് ഭരണകൂടവും ഈ പറയുന്ന പോലീസും എക്സൈസും തന്നെയല്ലേ? സ്കൂളുകളിൽ വ്യാപകമായി ലഹരി വ്യാപിക്കുന്നു. സ്കൂളുകളുടെ പരിസരത്ത് ഈ ലഹരിയുമായി ആളുകൾ കറങ്ങി നടക്കുന്നു. അത് പിടികൂടാൻ സാധിക്കാത്തത് നമ്മുടെ മാത്രം കുഴപ്പം കൊണ്ടാണോ? അല്ലെങ്കിൽ ഈ ലഹരി ഇങ്ങനെ വ്യാപിക്കുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടാണോ? അപ്പോൾ ഭരണകൂടത്തിന്റെ പരാജയമാണ് ഇത്രയധികം ലഹരി വ്യാപനം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് അടിവരയിട്ട് തന്നെ പറയേണ്ട കാര്യമാണ്. ഇനി 2, ഇവിടെ സിനിമകൾ, ഇപ്പോൾ ശ്രീ ജയ്ക്ക് ഇവിടെ മാർക്കോ സിനിമയെക്കുറിച്ചൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പൊ കേരളത്തിൽ വയലൻസ് ഉള്ള സിനിമകൾ കുറേയധികം വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ അത് പൂർണ്ണമായി ഞാൻ വിയോജിക്കുന്നുമില്ല. കാരണം ഇപ്പൊ മാർക്കോയാണെങ്കിലും റൈഫിൾ ക്ലബ് ആണെങ്കിലും പണിയാണെങ്കിലും ഒക്കെ സിനിമകളിൽ വയലൻസ് ഒരു തരത്തിൽ കടന്നു വരുന്നുണ്ട്. ഇതൊക്കെ നേരത്തെയും സിനിമകളിൽ വയലൻസ് വന്നിട്ടുമുണ്ട്. അപ്പോൾ ആ വയലൻസ് മാത്രമാണ് കേരളത്തിൽ ഈ അക്രമവാസന ഉണർത്താൻ
കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതിന്റെ കാരണം എന്താ? ഇപ്പൊ ഈ കുട്ടികൾക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ രാസമാലിന്യം അല്ലെങ്കിൽ കോളയിൽ വിഷം കലർത്തി കാമുകനെ കൊന്ന പ്രതി പറഞ്ഞത്, എനിക്ക് ഏതാണ്ട് 23 വയസ്സ്. 23 വയസ്സ് കഴിഞ്ഞ് ഞാൻ ഒരു ശിക്ഷാ കാലാവധി കഴിയുമ്പോഴും എൻ്റെ വയസ്സ് ഏതാണ്ട് 36, 37. ഞാൻ രണ്ടാമത്തെ ജീവിതം അപ്പോൾ ജീവിച്ചു തുടങ്ങിക്കോളാം എന്നാണ് പറഞ്ഞത്. ഇവർക്കിത് പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ VD സതീശൻ പറഞ്ഞ കാര്യം പ്രസക്തമാകുന്നത്. കാരണം എന്താ? ഇവിടെ ഈ അക്രമത്തിനും ഈ കൊള്ളിവെപ്പിനും മുഴുവൻ പ്രോത്സാഹനം നൽകുന്നത് ആരാണ്? ഇപ്പൊ നമുക്കറിയാം, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ കിർമാണി മനോജ്. ഈ കിർമാണി മനോജിന് ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആവശ്യാനുസരണം പരോൾ കൊടുത്തു. ആ പരോളിനിടയിൽ പുറത്തു വന്നപ്പോൾ കല്യാണം കഴിക്കാനുള്ള എല്ലാവിധ സൗകര്യവും ഒരുക്കി കൊടുത്തത് CPM ആണ്. അത് നമുക്കറിയാം. ഇനി അതുമാത്രമല്ല, ഈ കിർമാണി മനോജ് ഒരു ലഹരി പാർട്ടിയിൽ പങ്കെടുത്തതിന് അയാളെ പിടികൂടി. എന്നിട്ടും ആ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തുന്നത് ആരാണ്? അതും CPM ആണ്. എന്നിട്ട് ആ അക്രമത്തെ ഇല്ലെങ്കിൽ ആ കൊലപാതകത്തെ ഇതേവരെ തള്ളിപ്പറയാത്ത CPM ഇതിനകത്ത് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ 1-ാം സ്ഥാനത്തല്ലേ? ഇനി 2, ഇവിടെ ഷുഹൈബിന്റെ വധക്കേസിലെ 2-ാം പ്രതിയായ ദീപ് ചന്ദ് ഇപ്പോഴും ഷുഹൈബ് വധക്കേസിൽ പാർട്ടി പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. EMS അക്കാദമിയുടെ പേരിലാണ് പാർട്ടി പണപ്പിരിവ് നടത്തുന്നത്. ആ പണപ്പിരിവിന്റെ റെസിപ്റ്റ് കുറ്റികൾ ഒക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. ഈ ഷുഹൈബ് വധക്കേസിലെ 2-ാം പ്രതി ഇതാണ് പണപ്പിരിവിന്റെ പോസ്റ്റർ എന്ന് പറയുന്നത്. സമ്മാന പദ്ധതിയോടുകൂടിയാണ് പണപ്പിരിവ് നടത്തുന്നത്. ആർക്ക് വേണ്ടി? ഒരു ചെറുപ്പക്കാരനെ അരുംകൊല ചെയ്ത പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി പണപ്പിരിവ് നടത്തുന്ന ഒരു പാർട്ടി. ഈ പാർട്ടി കേരള സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താണ്? ഇനി അതും മാത്രമല്ല, ഈ ദീപ് ചന്ദ് എന്ന് പറയുന്ന 2-ാം പ്രതി അയാൾ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി വന്നു. എന്നിട്ടും അയാളെ സംരക്ഷിക്കുന്നത് ആരാണ്? ഇനി ആ കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരി അയാൾ പുറത്തിറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റീൽസ് ആണ്. JK മാർക്കോ സിനിമയേക്കാൾ കേരളത്തിൽ അതിവ്യാപകമായി പ്രചരിക്കുന്നത് ഈ റൗഡികളുടെ ഇല്ലെങ്കിൽ ഈ പെരും ഗുണ്ടകളുടെ റീൽസ് ആണ്. 30 സെക്കൻഡ് റീൽസ്. ഈ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ആ പരനാറി അവൻ ഈ കേരളത്തിൽ റീൽസ് എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് ജയ്ക്ക് ഇപ്പോ ഇത്രയും നേരം പാടി പുകഴ്ത്തിയ DYFIക്കാരാണ്. അതെ, ചങ്ക് സഖാവ് എന്ന് പറഞ്ഞ് ആ റീൽസിന് തമ്പിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇനി അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഒരു MLA മകനെ ഒരു കഞ്ചാവ് വലിച്ച കേസിൽ പ്രതിയാക്കി. ഈ കഞ്ചാവ് വലിച്ച കേസിൽ പ്രതിയാക്കുമ്പോൾ MLA പറയുന്നത് എന്റെ മകൻ കഞ്ചാവ് കൈവശം വെച്ചിട്ടില്ല. ഞാൻ ആ അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് വേദനിക്കുകയാണ്. കാരണം ഒരമ്മയ്ക്കും ആ ഗതി വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഒരു MLA മകനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കുമ്പോൾ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്ഥാനചലനം ഉണ്ടാവുമെങ്കിൽ ഈ സർക്കാർ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? അതുമാത്രമല്ല, ആ മകന്റെ വൈദ്യ പരിശോധന നിയമാനുസൃതം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉന്നതരായ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു MLA മകനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇവിടെയാണ് പ്രശ്നം. ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ശരൺ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു BJP-കാരൻ CPM-ൽ വന്നു. അവനെ മാലയിട്ട് സ്വീകരിക്കുന്നത് ജില്ലാ സെക്രട്ടറി. കാപ്പ കേസ് പ്രതിയാണ്. ഇയാൾ CPM-ൽ വന്നതിന്റെ 3-ാം ദിവസമാണ് പത്തനംതിട്ട ടൗണിൽ വെച്ച് വലിയ കൊടുവാളെടുത്ത് ഇയാൾ കാപ്പ കേസ് പ്രതിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ആ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഗുണ്ടകൾ എല്ലാം ചേർന്നുകൊണ്ട് ആ കാപ്പ കേസ് പ്രതിയെ പോലും മാലയിട്ട് സ്വീകരിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോ ഈ CPM കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇനി അതും മാത്രമല്ല, കാർണവർ വധക്കേസിലെ പ്രതി ഷെറിൻ, ഈ ഷെറിന് ശിക്ഷാ ഇളവ് കൊടുക്കാൻ വേണ്ടി ഈ സർക്കാരും അതുപോലെ തന്നെ ഭരണകൂടവും ശ്രമിക്കുമ്പോൾ മന്ത്രി ഗണേഷ് കുമാറിന്റെയും സജി ചെറിയാന്റെയും ഇടപെടലോടുകൂടി ആരാണ് ഷെറിൻ? ഇപ്പൊ ഇന്നലെ നിങ്ങളെല്ലാം വായിച്ചതല്ലേ, ഒരു സഹ തടവുകാരിയെ ആക്രമിച്ച കേസിലെ പ്രതി ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ 3 തവണ കേരളത്തിന്റെ ജയിൽ മാറ്റമുണ്ടായ ഒരു കൊടും കൊലപാതകത്തിലെ പ്രതി. ആ പ്രതിയെക്കുറിച്ച് കേരളത്തിന്റെ ജയിൽ ഉപദേശക സമിതി പറഞ്ഞത് എന്താണ്? നല്ല കുട്ടിയാണ്. ശിക്ഷാ കാലയളവിൽ മുഴുവൻ വളരെ തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. അതുകൊണ്ട് ശിക്ഷാ ഇളവ് നമുക്ക് ഈ കുട്ടിക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ആ കുട്ടിയാണ് സാർ ജയിൽ ചട്ടം ലംഘിച്ചതിന് 3 തവണ ജയിൽ മാറ്റത്തിന് വിധേയമായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹ തടവുകാരിയെ മർദ്ദിച്ച കേസിലെ പ്രതിയായ വ്യക്തിക്ക് കേരളത്തിലെ മന്ത്രിസഭ കൂടി 2 മന്ത്രിമാരുടെ പിൻബലത്തിൽ, ഗണേഷ് കുമാറിന്റെയും സജി ചെറിയാന്റെയും ഇവരുടെ 2 പേരുടെ പിൻബലത്തിൽ ശിക്ഷാ ഇളവ് കൊടുക്കുകയാണ്.
അപ്പൊ ഈ CPM ഈ ഭരണകൂടവും കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ആവശ്യാനുസരണം പരോള്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ പോകുമ്പോ ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് അവരെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നു. പ്രതികൾക്ക് പോലും അവരുടെ കാമുകുമാരെ കാണാനുള്ള അവസരം CPM ഇടപെട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. P. ജയരാജനെ പോലുള്ള വ്യക്തികൾ ഈ കൊലക്കേസ് പ്രതികൾക്ക് ഓശാന പാടുന്നു. എന്നിട്ട് ഞങ്ങൾ ആരും അക്രമത്തെ പിന്തുണയ്ക്കുന്നില്ല. ഞങ്ങൾ ഒരു ഉദാഹരണം പറയുള്ളൂ. ഇപ്പൊ കൺവിക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കേസിലെ കൺവിക്റ്റഡ് ആയിട്ടുള്ള പ്രതിയെ ഞങ്ങൾ എവിടെയാണ് സംരക്ഷിച്ചത്? അതായത് പ്രിയപ്പെട്ട അവതാരകൻ മനസ്സിലാക്കേണ്ടത്, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൺവിക്റ്റഡ് ആയ പ്രതികൾക്കാണ് മുദ്രാവാക്യം വിളിച്ച് ജയിലിലേക്ക് അയച്ചത്. കൃപേഷ് ശരത്ലാൽ കേസിലെ കൺവിക്റ്റഡ് ആയ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പാർട്ടി പണപ്പിരിവ് നടത്തിയത്. അവർക്ക് വേണ്ടിയിട്ടാണ് CBI വരാതിരിക്കാൻ സർക്കാർ വിഹിതം ഇവിടെ ഉപയോഗിച്ചത്. അപ്പോ കൺവിക്റ്റഡ് ആയിട്ടുള്ള ഏത് കേസിലെ ഏത് പ്രതിയെയാണ് ഞങ്ങൾ സംരക്ഷിച്ചതോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിച്ചതായി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. ശരി, ഞാൻ ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾ പറയൂ. കൺവിക്റ്റഡ് കേസിലെ പ്രതികളാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ ഇപ്പോഴും കൊടുക്കുകയാണ്. കോടി സുനിക്ക് കഴിഞ്ഞ ദിവസവും പരോൾ കൊടുത്തു. കൺവിക്റ്റഡ് കേസിലെ കൺവിക്റ്റഡ് ആയ പ്രതികളെ പോലും ഇവിടെ മാലയിട്ട് പൂജിക്കുന്ന, ആവശ്യാനുസരണം സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരും ഭരണകൂടവുമല്ലേ? എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് മെസ്സേജ് കൊടുക്കുന്ന യുവജനതയ്ക്ക് മെസ്സേജ് കൊടുക്കുന്നത് ആരാണ്? ശരി,